ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മഹേഷ് മലറിന് വേണ്ടി കൊണ്ടുകൊടുത്ത ആ ഒരു കമ്മൽ സിദ്ധാർത്ഥ് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് ചന്ദ്രികയ്ക്ക് കൊടുക്കുവാണ്. ചന്ദ്രികയാണെങ്കിൽ അത് സിദ്ധു വാങ്ങിച്ചതാണെന്ന് കരുതി ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് അത് വാങ്ങിക്കുന്നത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അത് സിദ്ധു വാങ്ങിച്ചതല്ല, മഹേഷ് മലറിന് വേണ്ടി വാങ്ങിച്ചതാണെന്ന്. അത് കേട്ടപ്പോൾ തന്നെ ചന്ദ്രികയ്ക്കും ജാനകിക്കും ലക്ഷ്മിക്കൊക്കെ ആകെ ഒരു ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. മാത്രമല്ല സിദ്ധുവിനോട് പറയുന്നുണ്ട്, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു മഹേഷിൻ്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കരുതെന്ന്. ചന്ദ്രിക ദേഷ്യത്തോട് ചോദിക്കുകയാണ്, അത് പിന്നെ ഞാനായിട്ട് അങ്ങോട്ട് പോയി വാങ്ങിച്ചതല്ല, മഹേഷ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നതാണ്. പിന്നെ ഇതുവരെ ജനിച്ചതിന് ശേഷം ഇതുവരെ മലറിന് വേണ്ടിയിട്ട് ഒന്നും അവൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് അവൻ അധ്വാനിച്ച പണത്തിന് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നതാണല്ലോ ഈ കമ്മൽ. അപ്പോൾ ഞാനത് വാങ്ങിച്ചതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സിദ്ധു മഹേഷിൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതൊന്നും ചന്ദ്രികയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. മഹേഷ് സ്വന്തം മകൾക്ക് വേണ്ടി ആഗ്രഹത്തോടെ വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനം ഞാൻ എങ്ങനെയാ ചന്ദ്രിക വേണ്ടാന്ന് പറയുക? ചന്ദ്രികയ്ക്ക് ദേഷ്യം ഇങ്ങനെ വന്ന് എരച്ച് കയറുകയാണ്. സർ, മഹേഷ് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു സാധനവും എൻ്റെ മകൾക്ക് വേണ്ട സർ. ദയവ് ചെയ്ത് ഈ കമ്മൽ തിരിച്ച് അയാൾക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്ക് സർ എന്ന് പറഞ്ഞിട്ട് വെച്ച് നീട്ടുവാണ്. ചന്ദ്രിക, ഇത് ഞാൻ എങ്ങനെയാ തിരിച്ച് മഹേഷിന് കൊണ്ടുപോയി കൊടുക്കുക? മഹേഷ് മലരിൻ്റെ അച്ഛനാണ്. അപ്പോൾ മലരിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനുള്ള എല്ലാ അർഹതയും അയാൾക്കുണ്ടല്ലോ. സിദ്ധാർത്ഥിനെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൾ വല്ലാത്ത ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. മണ്ണാങ്കട്ടെ, ദയവ് ചെയ്ത് ഇനിയെങ്കിലും മഹേഷ് വാങ്ങിക്കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും എനിക്കോ എൻ്റെ മകൾക്കോ വേണ്ടി വാങ്ങിക്കാതെ സർ. ദയവ് ചെയ്ത് ഈ സാധനം തിരിച്ച് അയാൾക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്ക് സർ. എപ്പോഴാണ് ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ചന്ദ്രയ്ക്ക് വല്ലാത്ത വെറുപ്പ് വരുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി താൻ ഇത്രയധികം മഹേഷിനെ കുറിച്ചിട്ട് സിദ്ധുവിനോട് പറഞ്ഞിട്ടും അവൻ തൻ്റെ വാക്കിന് ഒരു വിലയും തരാത്തത് ചന്ദ്രികയെ വല്ലാതെ വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ കമ്മലുണ്ടായിരുന്ന കവറ് നിലത്ത് വലിച്ചെറിയാണ്. ചന്ദ്രിക അങ്ങനെ ചെയ്യുന്നവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥിനോടുള്ള ദേഷ്യമോ മഹേഷിനോടുള്ള ദേഷ്യമോ എന്തായാലും ചന്ദ്രിക അത് വലിച്ചെറിഞ്ഞത് അവരെല്ലാവരും ഒരുപോലെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അതും ചെയ്തിട്ട് ചന്ദ്രിക ദേഷ്യത്തോടെ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. അവൾ അവിടെ നിന്ന് പോയ ശേഷം സിദ്ധാർത്ഥ് തന്നെ നിലത്തേക്ക് വീണിട്ടുണ്ടായിരുന്ന ആ ഒരു സാധനം എടുക്കുകയാണ്. അപ്പോൾ ജാനകിയും ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ഏയ് സിദ്ധു, നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ? മഹേഷ് എന്ത് തന്നാലും നീ വാങ്ങിച്ചിട്ട് വരുമോ? ചന്ദ്രികയ്ക്ക് അത് ഇഷ്ടമല്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ, പിന്നെ നീ എന്തിനാ വീണ്ടും വീണ്ടും ഇതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ല അമ്മ, മലറിന് വേണ്ടിയിട്ടാണല്ലോ എന്നാലോചിച്ചപ്പോൾ അപ്പോഴേക്കും ലക്ഷ്മി ഇടയിൽ കയറുകയാണ്. സിദ്ധു, ഞാൻ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത് മോനെ. മഹേഷ് അവൻ നല്ലവനല്ല, അവൻ തിരുത്തി നന്നായി എന്ന് നീ വിശ്വസിക്കുകയാണ്. പക്ഷേ ഒരു കാലത്തും അവൻ തിരുത്തുകയുമില്ല, അവൻ നന്നാവുകയുമില്ല. അതിനുള്ള ഒരു ചാൻസും ഇല്ല. മഹേഷ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിലൊരു കാരണം ഉണ്ടാവും. ദയവ് ചെയ്ത് അവനെ നീ മുഴുവനായിട്ട് വിശ്വസിക്കാതെ ഈ ഒരു കമ്മൽ കൊണ്ടുപോയി തിരിച്ച് അവന് തന്നെ കൊണ്ടുപോയി കൊടുത്തേക്ക്. സിദ്ധാർത്ഥ് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ജാനകിയാണ് വഴക്ക് പറയുന്നത്. എന്താണ് ആലോചിച്ച് നിൽക്കുന്നത്? ആദ്യം ഈ കമ്മൽ തിരിച്ചു കൊണ്ടുപോയി അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് വാ. സിദ്ധാർത്ഥിന് മഹേഷിനോട് മറുത്തു പറയാനും സാധിക്കുന്നില്ല, ചന്ദ്രികയെ വേദനിപ്പിക്കാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് സിദ്ധു അവിടെ നിന്നും പോവുകയാണ്. ലക്ഷ്മിക്കും ജാനകിക്കും സിദ്ധാർത്ഥ് ചെയ്ത ആ ഒരു പ്രവൃത്തിയും ചന്ദ്രികയെ വിഷമിപ്പിച്ചതൊക്കെ ആലോചിച്ചപ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് പെട്ടെന്ന് തന്നെ വേഷം മാറിയിട്ട് മഹേഷ് നിൽക്കുന്ന ഓട്ടോ സ്റ്റാൻഡിലേക്ക് കാറും എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മഹേഷിൻ്റെ കാർ അവിടെ കാണുന്നുണ്ടായിരുന്നു, അല്ല ഓട്ടോ അവിടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു ചിന്തിക്കുന്നുണ്ട്, തിരിച്ചിത് മഹേഷിന് കൊണ്ടുപോയി കൊടുത്താൽ അവൻ എന്താ ചിന്തിക്കുക എന്ന് അറിയില്ല. പക്ഷേ ഇത് കൊടുക്കുകയല്ലാതെ മറ്റ് മാർഗമൊന്നുമില്ല. മഹേഷിൻ്റെ ഓട്ടോയുടെ അടുത്ത് ചെന്ന സമയത്ത് മഹേഷ് ഓട്ടോയുടെ പിന്നിലിരുന്നിട്ട് ഉറങ്ങുമായിരുന്നു. അപ്പോൾ മഹേഷിനെ തട്ടിയിട്ട് സിദ്ധു വിളിക്കുകയാണ്. 1-2 തവണ ഓട്ടോയ്ക്ക് തട്ടിയപ്പോഴാണ് മഹേഷ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. സിദ്ധുവിനെ കണ്ടപ്പോഴും ഭയഭക്തി ബഹുമാനത്തോടെ എന്ന പോലെയാണ് മഹേഷ് പെരുമാറുന്നത്. ഏയ് സാർ, സാർ, എപ്പോഴാണ് നിങ്ങൾ വന്നത്? എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. മഹേഷിൻ്റെ വിനയം കാണുമ്പോൾ സിദ്ധുവിനാണെങ്കിൽ വല്ലാത്ത സങ്കടം തോന്നുവാണ്. ഈ ഒരു കാര്യം എങ്ങനെ മഹേഷിനോട് അവതരിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അവൻ സങ്കടത്തോടെ പറയുന്നുണ്ട്, രാവിലെ തന്നെ വീട്ടിൽ വന്നിട്ട് മലറിന് വേണ്ടിയിട്ട് നീ 2 കമ്മൽ കൊണ്ടുവന്നിരുന്നില്ലേ? അത് ചന്ദ്രിക വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് തിരിച്ച് നിനക്ക് തരാൻ വേണ്ടിയാണ് വന്നത്. സിദ്ധാർത്ഥിന് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു അത് പറയുമ്പോൾ. മഹേഷിൻ്റെ മുഖത്താണെങ്കിൽ വല്ലാത്ത വിഷമത്തിലാണുള്ളത്. സോറി മഹേഷ്, നീ മലറിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സ്നേഹത്തോടെ വാങ്ങിത്തന്നതാണ്. പക്ഷേ ചന്ദ്രിക ഇത് വേണ്ടെന്നാണ് പറയുന്നത്. ഇതിനു മുകളിൽ ചന്ദ്രികയെ ദേഷ്യപ്പെടുത്തിയിട്ട്
ഇത് മലറിന് വേണ്ടി കൊടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഇന്നാ മഹേഷ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമ്മൽ മഹേഷിന് തിരിച്ചേൽപ്പിക്കുകയാണ്. മഹേഷ് വല്ലാത്ത വിഷമത്തോടു കൂടിയാണ് അത് വാങ്ങിക്കുന്നത്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, നീ തിരുത്തിയിട്ട് നന്നായെന്ന് എപ്പോഴാണ് ചന്ദ്രയ്ക്ക് മനസ്സിലാവുക എന്ന് എനിക്കറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും കുറച്ച് നാൾ കൊണ്ട് അവളത് മനസ്സിലാക്കും. നീ നന്നായെന്നും പുതിയൊരു മനുഷ്യനായെന്നും അവൾക്ക് മനസ്സിലാവും. സാരമില്ല സർ, അവൾ ഈ കമ്മൽ വാങ്ങിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് സംഭവിച്ചത്. സർ, നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ. എനിക്ക് അത് മതി സർ. ചന്ദ്രിക, മലർ അവർ രണ്ടുപേരും എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി സർ. എനിക്ക് വേറൊന്നും വേണമെന്നില്ല. ശരി മഹേഷ്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് മഹേഷിന് കൈ കൊടുത്തിട്ട് സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോവുകയാണ്. സിദ്ധുവിനാണെങ്കിൽ വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു മഹേഷിനെ വേദനിപ്പിച്ചതിൽ. സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോയ സമയത്ത് മഹേഷ് ആ ഒരു കമ്മലിൻ്റെ കവർ കയ്യിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണ്, ഞാൻ വാങ്ങിക്കൊടുത്ത കമ്മൽ ചന്ദ്രയ്ക്ക് വേണ്ട എന്നാണോ? അവൾ ഈ കമ്മൽ വാങ്ങാത്തതിന് കാരണം തന്നെ നീയാണെടാ സിദ്ധാർത്ഥ്. നീ കൂടെയുണ്ടെന്നുള്ള ധൈര്യം കൊണ്ടാണ് അവൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരം. അതുകൊണ്ടാണ് അവൾക്കിപ്പോൾ എന്നെ ആവശ്യമില്ലാത്തത്. ആദ്യം നിന്നെയാണ് കളയേണ്ടത്. നീ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചന്ദ്രിക എന്നെ തേടി തനിയെ വരുമെടാ. നീ വളരെയധികം നല്ലവൻ തന്നെയാണ്. പക്ഷേ ചന്ദ്രികയെ എനിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നിന്നെ ബലി കൊടുത്തേ പറ്റൂ. ബലി കൊടുത്താൽ മാത്രമല്ലേ ദൈവം പോലും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരികയുള്ളൂ. ചന്ദ്രികയ്ക്ക് എൻ്റെ മേലുള്ള ദേഷ്യം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ആദ്യം ചന്ദ്രികയ്ക്ക് എൻ്റെ മേലുള്ള ദേഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവൾ എന്നെ വിശ്വസിക്കുള്ളൂ. അവൾ പൂർണ്ണമായിട്ടും എന്നെ വിശ്വസിക്കണം. അതിന് ഇനിയും ഒരുപാട് ഞാൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. മഹേഷ് മനസ്സിൽ പുതിയൊരു പ്ലാൻ കൂടെ തയ്യാറാക്കുവാണ്. മേഘ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. അവൾ വന്ന് അവിടെ കട്ടിലിരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തുറന്നിട്ട് ഒരുപാട് കെട്ട് പണങ്ങൾ എടുത്തിട്ട് അവിടെ ബെഡിൽ വെക്കുന്നുണ്ട്. അവൾക്കത് കാണുന്തോറും വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും പണം തൻ്റെ കയ്യിൽ വീണ്ടും വന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടൊരു സന്തോഷം. അതിനുശേഷം അതിൽ നിന്ന് ഒരു കെട്ടെടുത്തിട്ട് എണ്ണി നോക്കി തിട്ടപ്പെടുത്തുകയാണ്. എന്നിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത് വീണ്ടും വേറൊരു കെട്ട് പണം എടുത്തിട്ട് അതും എണ്ണുകയാണ്. ആ സമയത്താണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ മുത്തശ്ശി വന്നതൊന്നും മേഘ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവൾ അവളുടെ ജോലി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി വിചാരിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് മേഘയുടെ കയ്യിൽ ഇത്രയധികം പണം? മേഘ, ഈ പണമൊക്കെ നിനക്ക് എങ്ങനെ കിട്ടിയതാ? അപ്പോൾ മേഘ എണ്ണുന്നത് നിർത്തിയിട്ട് സന്തോഷത്തോടെ പറയാണ്, ഇത് മുഴുവൻ ഞാൻ അധ്വാനിച്ച് നേടിയതാണ്. മുത്തശ്ശി അപ്പോൾ മേഘയെ ഒരുതരം നോട്ടം നോക്കുകയാണ്. എന്താ മുത്തശ്ശി ഇങ്ങനെ നോക്കുന്നത്? ഞാനെന്താ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും പണം മോഷ്ടിച്ചിട്ട് വന്നതാണോ? ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നില്ലേ, അങ്ങനെ ഉണ്ടാക്കിയ പണമാണിതൊക്കെ. ഓ, ആ പഴയ തുണിയൊക്കെ വാങ്ങിയിട്ട് പുതിയ തുണിയാണെന്നും പറഞ്ഞിട്ട് വിറ്റിട്ടില്ലേ, ആ പണം ഇതല്ലേ? മുത്തശ്ശി കളിയാക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ മേഘ ഒന്ന് ചെറുതായിട്ട് ചമ്മിയിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി, ബിസിനസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. ഒരാൾ മറ്റൊരാളെ പറ്റിച്ചാൽ മാത്രമേ ബിസിനസ് വിജയിക്കാനാവുള്ളൂ. ഇത് വെറുതെ നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടതില്ല. നമ്മൾക്ക് കയ്യിൽ പണം വരുന്നത് ആലോചിച്ചിട്ട് സന്തോഷിക്ക്. നീതി, ന്യായം, ധർമ്മം ഇതൊക്കെ നോക്കുവാണെങ്കിൽ മരണം വരെ നമ്മൾ ഇതുപോലെ തന്നെ ജീവിക്കേണ്ടി വരും. എന്നാലും ഇത്രയധികം പണത്തെ നേർമയോടെ സമ്പാദിക്കുകയാണെങ്കിൽ ഇത്രയധികം ഫാസ്റ്റായിട്ട് സമ്പാദിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ കുറുക്കുവഴിയിലൂടെ ഇങ്ങനെ സമ്പാദിച്ചത്. എനിക്കെന്തോ ഇത് ശരിയായിട്ട് തോന്നുന്നില്ല. മുത്തശ്ശി തൻ്റെ അഭിപ്രായം പറയാണ്. അപ്പോഴേക്കും മനോഹര സന്തോഷത്തോടെ വന്നിട്ടുണ്ട്. ബെഡിൽ കാണുന്ന പണമൊക്കെ കണ്ടപ്പോൾ അയാൾ ചോദിക്കുകയാണ്, മേഘ, ബാങ്കിൽ പോയിട്ട് വന്നതാണോ? മുഴുവൻ പണവും വിഡ്രോ ചെയ്തിട്ട് വന്നോ? വിഡ്രോ ചെയ്തു മാമാ. മേഘ, നമ്മൾ സംസാരിച്ചതുപോലെ എൻ്റെ ഷെയർ എനിക്ക് തരാമോ? മേഘ അപ്പോൾ ഒന്നും അറിയാത്തതുപോലെയാണ് ചോദിക്കുന്നത്. ഞാനെപ്പോഴാ ഷെയർ തരാമെന്ന് പറഞ്ഞത്? അത് കേട്ടതും മനോഹരനാകെ ഷോക്കായിപ്പോയി. അയാൾ അതിശയത്തോട് ചോദിക്കുകയാണ്, എന്താ മേഘ ഇങ്ങനെ പറയുന്നത്? എന്നെയും കൂടി പാർട്ട്ണറാക്കണമെന്ന് ഞാനന്ന് ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞതല്ലേ? നീയാണെങ്കിലും സമ്മതിച്ചതാണല്ലോ. ഇപ്പം എന്നിട്ടെന്താ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നത്? മനോഹരൻ്റെ സംശയം കേട്ടപ്പോൾ മുത്തശ്ശി ചിരിക്കുകയാണ്. അപ്പോൾ മേഘ മറുപടി പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ഏതോ ഒരു മൂഡിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഇപ്പോൾ എനിക്ക് മാമനെ പാർട്ട്ണറാക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. ബിസിനസ് നന്നായിട്ട് വരികയാണെങ്കിൽ നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കാം. മുത്തശ്ശിക്കാണെങ്കിൽ മേഘ പറയുന്നത് കേട്ടിട്ടും മനോഹരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്തിട്ടും ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഷെയറും ഇല്ലേ? മനോഹരൻ വീണ്ടും ചോദിക്കുകയാണ്. മാമൻ എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്.
വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു 10,000 രൂപ ശമ്പളം തരാം എന്ന് പറഞ്ഞിട്ട് മേഘ കയ്യിലിരിക്കുന്ന പണത്തിൽ നിന്നും എണ്ണയെടുക്കുകയാണ്. മനോഹരൻ്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് മുത്തശ്ശിയാണെങ്കിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മനോഹരൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, നീ ഇങ്ങനെ കോമഡി കാണിക്കുന്ന സമയത്ത് ഞാൻ വില്ലനാണെന്നത് നീ മറന്നുപോയി അല്ലേ? മേഘ 10,000 രൂപ എണ്ണയെടുത്തിട്ട് മനോഹരന് നേരെ വെച്ച് നീട്ടുകയാണ്. അയാളത് വാങ്ങിക്കൊണ്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്നെ പാർട്ട്ണറാണെന്ന് പറഞ്ഞിട്ട് കൂടെ ചേർത്തിട്ട് എല്ലാ ജോലിയും എന്നെ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ വെറും ഒരു ജോലിക്കാരനാക്കിയിട്ട് എന്നെ മാറ്റി അല്ലേ? കാത്തു നിന്നോ, നിനക്കുള്ള പണി ഞാൻ എങ്ങനെയാ കൊണ്ടുവരുന്നതെന്ന് നീ നോക്കിക്കോ. മേഘ വീണ്ടും പണം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പോകുന്നുണ്ട്. മേഘയാണെങ്കിൽ പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ചന്ദ്രികയാണെങ്കിൽ മുറിയിലെത്തിയിട്ട് ദേഷ്യത്തോടെയാണ് ഇരിക്കുന്നത്. സിദ്ധാർത്ഥ് മഹേഷിനോട് കാണിക്കുന്ന ഓരോരോ കാര്യവും ചന്ദ്രികയ്ക്ക് ഓർക്കും തോറും ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അതിനു മുന്നേ സിദ്ധാർത്ഥ് ടെറസിൽ വെച്ച് അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് മലറിനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ ഒരു ഓട്ടോറിക്ഷ ആക്കിയ അതിനെക്കുറിച്ച് എന്താ തൻ്റെ അഭിപ്രായം? അതെ സർ, ഞാനും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു അന്ന് ചോദിച്ചതാണ്, ഡ്രൈവർ ആരാണെന്ന് ചോദിക്കില്ലേ? ആരാ സർ? മഹേഷ്. മുഖം പോലും അറിയാത്ത ഒരാളുടെ കൂടെ നമ്മുടെ കുട്ടികളെ അയക്കുന്നതിനേക്കാളും സേഫ് അല്ലേ മഹേഷിൻ്റെ കൂടെ വിടുമ്പോൾ? ഇല്ല സർ, ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല, ചന്ദ്രിക അന്ന് തീർത്തു പറഞ്ഞതാണ്. അപ്പോഴും സിദ്ധു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മഹേഷിന് വാക്ക് കൊടുത്തതാണ്, ദയവ് ചെയ്ത് ഇത് നീ അംഗീകരിക്കണം ചന്ദ്രിക. അന്ന് അത് പറഞ്ഞിട്ടാണ് സിദ്ധു ചന്ദ്രികയെ സമ്മതിപ്പിച്ചത്. അതിനുശേഷം ക്ഷേത്രത്തിൽ വെച്ച് ഇറങ്ങുമ്പോൾ മഹേഷിൻ്റെ ഓട്ടോയിൽ നിറയെ സിദ്ധുവിൻ്റെ ഫോട്ടോ ആണ്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ വിനയത്തോടെയാണ് സംസാരിക്കുന്നത്, ഇത് നമ്മുടെ ഓട്ടോ ആണ് സർ. ഏയ് മഹേഷ്, ഇതെന്തിനാ എൻ്റെ ഫോട്ടോ ഓട്ടോയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? സാധാരണയായിട്ട് അവർക്ക് ഇഷ്ടമുള്ള സിനിമാ നടന്മാരുടെയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെയോ ഫോട്ടോ ആണ് ഓട്ടോയിൽ ഒട്ടിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് സർ എൻ്റെ ദൈവം. അന്ന് മഹേഷ് പറഞ്ഞിട്ട് സിദ്ധാർത്ഥിനെ വീഴ്ത്തിയ വാക്കുകൾ അതാണ്. മഹേഷിനെ കുറിച്ചുള്ള സിദ്ധാർത്ഥിൻ്റെ ഓരോരോ കാഴ്ചപ്പാടുകളാണ് ചന്ദ്രികയുടെ മനസ്സിൽ കൂടി കടന്നു വരുന്നുണ്ടായിരുന്നത്. അതായത് അന്ന് ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഓട്ടോയിൽ കയറ്റിയതൊക്കെ സമയത്ത് സിദ്ധു പറഞ്ഞിട്ടുണ്ട്, ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്ക് മഹേഷ് സൗജന്യമായിട്ടാണ് യാത്രാ സൗകര്യം ഏർപ്പാടാക്കിയിട്ടുള്ളത്. തെറ്റ് ചെയ്യുന്ന എല്ലാവരും മഹേഷിനെ പോലെ തിരുത്തുകയാണെങ്കിൽ ഈ ലോകത്തിൽ തെറ്റ് ചെയ്യുന്ന ആരും തന്നെ ഉണ്ടാവില്ലായിരുന്നു. അവസാനമായിട്ട് മഹേഷ് കൊണ്ടുകൊടുത്ത കമ്മൽ സിദ്ധു കൊടുത്ത സമയത്ത് ചന്ദ്രിക ചിന്തിച്ചത് മലറിന് വേണ്ടിയിട്ട് സിദ്ധു വാങ്ങിച്ചതാണെന്നാണ്. ഈ കമ്മൽ ഞാൻ വാങ്ങിച്ചതല്ല, മഹേഷാണ് മലറിന് വേണ്ടി വാങ്ങിച്ചത്. മഹേഷ് തരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിയിട്ട് വരുമോ സർ? ചന്ദ്രിക ദേഷ്യത്തോട് അന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു പറയാണ്, മഹേഷ് ആഗ്രഹത്തോടു കൂടി മലറിന് വേണ്ടി വാങ്ങിച്ചത് ഞാൻ എങ്ങനെയാ ചന്ദ്രിക വേണ്ടെന്ന് പറയുക? ചന്ദ്രിക ഓരോന്ന് ആലോചിച്ചിങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുമ്പോഴാണ് സിദ്ധു അങ്ങോട്ടേക്ക് വരുന്നത്. മഹേഷിന് ആ കമ്മൽ തിരിച്ചു കൊടുത്തിട്ട് വരികയാണ്. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനെ കാണുന്ന സമയത്ത് മുഖം തിരിക്കുകയാണ് ദേഷ്യത്തോടെ. അപ്പോൾ അവനാണെങ്കിൽ അവൾ ഇരുന്ന ബെഡിന് സൈഡിലായിട്ട് ഇരുന്നിട്ട് ചന്ദ്രികയോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ചന്ദ്രിക, നീ എൻ്റെ മേൽ ദേഷ്യത്തിലാണുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. ചന്ദ്രിക ഒന്നിനും മറുപടി പറയുന്നില്ല. ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ മഹേഷ് ചെയ്തത് ശരിയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് മഹേഷ് തന്ന ആ കമ്മൽ ഞാൻ വാങ്ങിയത്. പക്ഷേ ഇത് തന്നെ നിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുവാണെങ്കിൽ അവൻ നിന്നോട് ചെയ്ത ദ്രോഹങ്ങൾ ഒരു കാലത്തും മറക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ സാധിക്കില്ല എന്നുള്ളതും എനിക്കറിയാവുന്നതാണ്. ഇനി അങ്ങോട്ട് നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല. ഇനി മഹേഷ് എന്ത് തന്നാലും ഞാൻ വാങ്ങിക്കില്ല ചന്ദ്രിക, ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്ക്. പക്ഷേ ചന്ദ്രിക സിദ്ധാർത്ഥിന് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. അവൾ ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. ആ കമ്മൽ ഞാൻ ഇതിനു മുൻപ് തന്നെ മഹേഷിനെ തിരിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ഇതുപോലുള്ള ഗിഫ്റ്റുകളൊന്നും തരരുത് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും എൻ്റെ മേലുള്ള ദേഷ്യം നിനക്ക് കുറഞ്ഞോ? പക്ഷേ ചന്ദ്രിക അപ്പോഴും സിദ്ധാർത്ഥിന് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. എനിക്ക് മനസ്സിലായി, ഇപ്പോഴും നിനക്ക് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല എന്ന് എനിക്ക് വ്യക്തമായി. ചന്ദ്രിക, എപ്പോഴൊക്കെ ഞാൻ തെറ്റ് ചെയ്താലും നീ എൻ്റെ തലയിൽ കിഴുക്കാറില്ലേ? അതുപോലെ ഈ ചെയ്ത തെറ്റിനും നീ എൻ്റെ തലയിൽ നിനക്ക് ഇഷ്ടമുള്ള തവണ കിഴുക്കിക്കോ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് ചന്ദ്രികയുടെ കൈയെടുത്തിട്ട് അവൻ്റെ തലയുടെ മേലെ വെക്കുകയാണ്. ചന്ദ്രിക പക്ഷേ താല്പര്യമില്ലാത്ത മട്ടിൽ കൈ പിൻവലിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സിദ്ധു ആണെങ്കിൽ അവളുടെ കൈ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട് അവൻ്റെ തലയിൽ കൊട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അവസാനം ചന്ദ്രിക തന്നെ അവൻ്റെ അടുത്ത് നിന്ന് കൈ പിൻവലിച്ച ശേഷം സിദ്ധുവിൻ്റെ തലക്കിട്ട് നല്ല കിഴുക്ക് കുറേ കൊടുക്കുകയാണ്. പ്രതീക്ഷിക്കാതെ അങ്ങനെ ചന്ദ്രിക ചെയ്തപ്പോൾ അവന് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രിക 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 വേദനിക്കുന്നു എന്നിങ്ങനെ സിദ്ധു പറയുകയാണ്. ഒരുപാട് തവണ ചന്ദ്രിക അങ്ങനെ ചെയ്തപ്പോൾ സിദ്ധു തന്നെ വേദന കൊണ്ട് പൊളയുകയാണ്. അവസാനം ചന്ദ്രിക നിർത്തിയിട്ട് ദേഷ്യത്തോടെ അവനെ നോക്കി നിൽക്കുകയാണ്. എന്താ ചന്ദ്രിക ഇങ്ങനെ പറയുമ്പോഴേക്കും ഇങ്ങനെ ചെയ്യുന്നത്?
ഇനിയും കുറച്ചു നേരം കൂടി ഇതുപോലെ ചെയ്തതാണെങ്കിൽ എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു വലിയ മരം തന്നെ വന്നിട്ടുണ്ടാവുമായിരുന്നു. അവൻ്റെ തമാശ കേട്ടപ്പോൾ ചന്ദ്രിക പൊട്ടിച്ചിരിക്കുകയാണ്. അല്ലാതെ പിന്നെ സാറ് ചെയ്ത കാര്യത്തിന് ഇതല്ലാതെ ഞാൻ മറ്റെന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഇനി ഒരു തവണ കൂടി മഹേഷ് അത് തന്നു ഇത് തന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു എന്ന് വെക്ക്. ചന്ദ്രികയുടെ ദേഷ്യം കണ്ടപ്പോൾ സിദ്ധു അവളെ നോക്കി പുഞ്ചിരിക്കുകയാണ്. ശരി ചന്ദ്രിക, ഇനി അങ്ങോട്ട് മഹേഷ് എന്ത് തന്നാലും ഞാൻ വാങ്ങിക്കില്ല, പോരെ? ചന്ദ്രിക, ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഞാൻ ഈ ഡൈനിങ് ടേബിളിൽ ഉണ്ടാവും. നീ എനിക്ക് എന്തെങ്കിലും ഭക്ഷണമായിട്ട് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് വേഗം എഴുന്നേറ്റ് പോവുകയാണ്. അത് കേട്ടപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാത്ത പാവം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ചന്ദ്രികയുടെ മനസ്സ് നിറയെ മഹേഷിനോടുള്ള ദേഷ്യം തന്നെയായിരുന്നു. സിദ്ധു ഡൈനിങ് ടേബിളിൽ വന്ന സമയത്ത് ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ എല്ലാ ഭക്ഷണങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന സമയത്ത് സിദ്ധാർത്ഥിന് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.